ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണയ്ക്ക് ഇടപെട്ടെന്ന് ആവർത്തിച്ചും കശ്മീർ പ്രശ്നപരിഹാരത്തിന് ഇടപെടാൻ തയ്യാറാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ വാദം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിയോട് ചോദ്യങ്ങളുമായി കോൺഗ്രസ് രംഗത്തെത്തി. അതേസമയം ഇന്ത്യൻ ആക്രമണത്തിന് പിന്നാലെയാണ് പാകിസ്ഥാൻ സമവായത്തിന് തയ്യാറായതെന്ന് BJP അവകാശപ്പെട്ടു. ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണ സംബന്ധിച്ച് ആദ്യം പുറലോകമറിഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണത്തിലൂടെയായിരുന്നു. താൻ ഇടപെട്ടാണ് ധാരണയുണ്ടാക്കിയതെന്ന ട്രംപിന്റെ അവകാശവാദം ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടുമില്ല. ഇതിനിടയിലാണ് വീണ്ടും അവകാശവാദം. കശ്മീർ പ്രശ്നത്തിന് ഇടപെടാമെന്നും ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. ഇത് ചൂണ്ടിക്കാട്ടിയാണ് പ്രധാനമന്ത്രിയോട് ചോദ്യങ്ങളുമായി കോൺഗ്രസ് രംഗത്തെത്തിയത്. മൂന്നാം കക്ഷി മധ്യസ്ഥതയ്ക്ക് വാതിൽ തുറന്നിട്ടുണ്ടോ? പ്രശ്നപരിഹാരത്തിന് നയതന്ത്ര മാർഗങ്ങൾ തേടുന്നുണ്ടോ? 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ ഇന്ദിരാഗാന്ധിയുടെ നിലപാട് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസിന്റെ ഈ ചോദ്യങ്ങൾ ഉയരുന്നത്. എന്നാൽ 1971 യുദ്ധവുമായി ഇപ്പോഴത്തെ സാഹചര്യത്തെ താരതമ്യപ്പെടുത്താനാകില്ല എന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ഡോക്ടർ ശശി തരൂർ MP. Peace is necessary for us. The truth is that the circumstances of 1971 are not the circumstances of 2025. There are differences. 1971 was a great achievement of our history. I'm proud of it as an Indian. Indira Gandhi ji rewrote the map of the subcontinent, but the circumstances were different. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം വിളിക്കണമെന്നും പ്രത്യേക പാർലമെന്റ് സമ്മേളനം ചേരണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. അതേസമയം ഇന്ത്യൻ ആക്രമണത്തിൽ വ്യോമതാവളങ്ങൾ തകർത്തതോടെയാണ് പാകിസ്ഥാൻ സമവായ നീക്കത്തിന് തയ്യാറായത് എന്നാണ് BJPയുടെ അവകാശവാദം. ഇന്ത്യ തകർത്ത പാക് കേന്ദ്രങ്ങളുടെ ലിസ്റ്റ് BJP സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷ് പുറത്തുവിട്ടു. 24 ഡൽഹി.